അടിയന്തരാവസ്ഥ. അതെ, ഇന്ദിരാഗാന്ധി 1975 ഇന്ത്യക്ക് നൽകിയ സമ്മാനമായിരുന്നു അടിയന്തരാവസ്ഥ. നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ? ഒരു വശത്ത് ഇന്ത്യയിലെ ആണുങ്ങൾ ഒരു സർക്കാർ വാഹനം കണ്ടാൽ ഭയന്ന് ഓടി ഒളിക്കുന്ന അവസ്ഥ, മറുവശത്ത് കുറെ അഴിമതിക്കാരായ ഭരണാധികാരികളും പല കമ്പനി ഉടമകളും അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ. എന്നാൽ പ്രതിഷേധിച്ചവനൊക്കെ ജയിലിൽ പോകേണ്ട ദുരവസ്ഥ. അതായിരുന്നു ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പക്ഷം പിടിക്കാതെ സംസാരിക്കാൻ തയ്യാറാവുന്നത്. അടിയന്തരാവസ്ഥയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1975 അതിനും 10 വർഷങ്ങൾക്ക് മുമ്പ് 1965 ലാൽ ബഹദൂർ ശാസ്ത്രി മരണമടഞ്ഞു. പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹം മരിച്ചതോടുകൂടി ആ ഉത്തരവാദിത്തം അന്ന് ഉയർന്നു നിന്നിരുന്ന നേതാവായിരുന്ന ഇന്ദിരാഗാന്ധിയിലേക്ക് എത്തി. പിന്നീട് 67 വീണ്ടും തിരഞ്ഞെടുപ്പുണ്ടായി. 66 പ്രധാനമന്ത്രി പദത്തിൽ താൽക്കാലികമായി വന്നിരുന്ന ഇന്ദിരാഗാന്ധി തന്നെ 67 വീണ്ടും ആ പദത്തിലേക്ക് എത്തി. പിന്നീടുള്ള ഭരണകാലം സ്തുത്യർഹമായിരുന്നു. ഒരു വശത്ത് ഹരിത വിപ്ലവം പോലുള്ള വിപ്ലവകരമായ പദ്ധതികൾ, ജനങ്ങൾക്ക് ഗുണം നൽകുന്ന വാഗ്ദാനങ്ങൾ, അവയുടെ നടപ്പിലാക്കപ്പെടലുകൾ. എന്നാൽ 69 വി ഗിരി പ്രസിഡന്റ് ആകുന്ന വിഷയത്തിൽ ഇന്ദിര കോൺഗ്രസുമായിട്ട് ആദ്യമായി ഉടക്കി. രണ്ടാമത് ബാങ്കുകളുടെ ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട്. എന്നിരുന്നാൽ പോലും കോൺഗ്രസ് രണ്ടായി പിരിഞ്ഞെങ്കിലും ജനം കൂടുതലായിരിക്കുക ഇന്ദിരാ പക്ഷത്ത് തന്നെയായിരുന്നു. അതിലേക്ക് മുതൽക്കൂട്ടായിക്കൊണ്ട് ഇന്തോ പാകിസ്ഥാൻ യുദ്ധം ഇന്ത്യ ജയിക്കുക കൂടെ ചെയ്തു. അന്ന് അടിച്ചമർത്താൻ ഉത്തരവിട്ട ഇന്ദിരാഗാന്ധി ജനങ്ങൾക്കിടയിൽ അയൺ ലേഡിയായി മാറി. അതോടുകൂടി കോൺഗ്രസ് രണ്ട് പക്ഷത്തു നിന്നുകൊണ്ട് 1971 തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. എന്നാൽ 352 സീറ്റുകളോടുകൂടി ഇന്ദിരയുടെ പക്ഷം അന്ന് ഭരണത്തിലേറി. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി കസേരയിലേക്ക് നടന്നു കയറിയത് ഇന്ദിരാഗാന്ധി. ആ വിജയത്തിന് മുതൽക്കൂട്ടായത് ഇന്ദിരയുടെ ഒരു മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹഠാവോ, അതായത് പട്ടിണിയെ ഇല്ലാതാക്കൂ. രാജ്യത്തു നിന്ന് പട്ടിണി തൂത്തുമാറ്റപ്പെടുമെന്ന് താഴെ തട്ടിലുള്ള ജനങ്ങൾ ആഗ്രഹിച്ചു. തങ്ങൾക്ക് വീടും വിദ്യാഭ്യാസവും വസ്ത്രവും ആഹാരവും ലഭിക്കുമെന്ന് അവർ ആഗ്രഹിച്ചതോടുകൂടി ആ തളർത്തപ്പെട്ടു പോയ താഴെ കിടക്കുന്ന പക്ഷത്തിന്റെ മൊത്തമായ വോട്ടും ഇന്ത്യയിലേക്ക് എത്തി. ഇനി ഇടത്തട്ടിലുള്ളവർ നോക്കുകയാണെങ്കിൽ തങ്ങൾക്ക് ജോലി, വികാസം എല്ലാം ലഭിക്കുമെന്ന് അവർ ഇന്ദിരയിൽ ആഞ്ഞു വിശ്വസിച്ചു. ഒടുവിൽ 71 തെരഞ്ഞെടുപ്പിന് ശേഷം അത് നടപ്പിലാക്കപ്പെട്ടു. സാഹചര്യങ്ങൾ തകിടം മറിയുകയായിരുന്നു. ചില പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ടു, ചിലത് നടപ്പിലാക്കപ്പെട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അന്ന് തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുത്തിയ രാജ് നാരായൺ അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. JP ഗോയൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ്. കേസ് ഇതായിരുന്നു: ഇന്ദിര ഭരണ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. കോഴ, അഴിമതി, വോട്ട് വില കൊടുത്തു വാങ്ങൽ തുടങ്ങി നിരവധി ആരോപണങ്ങളോടുകൂടി കേസ് അലഹബാദ് ഹൈക്കോടതിയിലെത്തി. കേസ് നടന്നുകൊണ്ടിരിക്കെ ഇന്ദിര ഭരണത്തിൽ തുടർന്നു. എന്നാൽ ഗരീബി ഹഠാവോ നടന്നില്ല. ഒരു വശത്ത് ലോകത്തെമ്പാടും അലയടിച്ച അറബ് ഇസ്രയേൽ യുദ്ധത്തിന്റെ ഭാഗമായുണ്ടായ പെട്രോളിയത്തിന്റെ കടുത്ത വില വർധനവ. അന്ന് ബാരലിന് $3 നിന്ന് വില $12 കുതിച്ചുയർന്നത് ഒരു വശത്ത് ക്ഷാമവും പട്ടിണിയും വളർത്തി. രാസവളത്തിന്റെ വില വർധനവുണ്ടായതോടുകൂടി അവിടെ കൃഷിയിൽ വൻ നാശനഷ്ടം സംഭവിച്ചു. അത് ഉൽപാദനവും സംഭരണവും ഗണ്യമായി കുറച്ചു. മറുവശത്ത് ബംഗാളിൽ നിന്നുണ്ടായ കഠിനമായ കുടിയേറ്റവും അവർക്ക് കൂടിയുള്ള ഭക്ഷണവും കൂടി ഉൽപ്പാദിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇന്ത്യയിൽ പട്ടിണി കുത്തനെ വളർന്നു. ഇതേ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അതിനു മതിയായ തൊഴിൽ നൽകാനോ തൊഴിൽദാതാക്കളെ സൃഷ്ടിക്കാനോ ഇന്ദിരാ ഗവൺമെന്റിന് സാധിച്ചില്ല. എന്നാൽ മറ്റും നടന്നു. 100 കണക്കിന് കൊട്ടേഷനുകളിൽ നിന്ന് തന്റെ മകനായ സഞ്ജയ് ഗാന്ധിക്ക് തന്നെ ഇന്ത്യയിൽ മാരുതി കാർ കമ്പനി തുടങ്ങാനുള്ള അനുമതി നൽകാൻ അവർക്ക് സാധിച്ചു. ഒടുവിൽ സാഹചര്യങ്ങൾ വീണ്ടും കലുഷിതമായിക്കൊണ്ടിരിക്കെ, ഇന്ദിരയുടെ ഇമേജ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കെ മറ്റൊരു ദുർവിധി കൂടി ഉണ്ടായി: അലഹബാദ് ഹൈക്കോടതിയുടെ വിധി. അത് ഇന്ദിരയ്ക്ക് എതിരായിരുന്നു. ഇന്ദിര തെരഞ്ഞെടുപ്പിൽ തട്ടിപ്പ്, അഴിമതിയൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന്. എന്നാൽ ഭീകരമായ കുറ്റവാദങ്ങളെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ചെറിയ ചില കുറ്റങ്ങൾക്കാണ് അന്ന് ശിക്ഷ വിധിച്ചത്. അതെങ്ങനെയായിരുന്നു? ഇന്ദിരയ്ക്ക് പാർലമെന്റിൽ തുടരാം, അത് MP ആയിട്ടല്ല, വെറും PM ആയിട്ട്. അതായത് പ്രധാനമന്ത്രിയുടെ അധികാരം ഉണ്ടായിരിക്കെ MP-യുടെ ഒരു അധികാരവും ഉണ്ടാവില്ല. അടുത്ത 6 വർഷത്തേക്ക് ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പറ്റില്ല. ഇതെല്ലാമായിരുന്നു ആ വിധി.
എന്നാൽ ഇതൊരു കണക്കിന് സപ്പോർട്ടിംഗ് ആണോ ഒപ്പോസിംഗ് ആണോ എന്നത് അന്നും ഇന്നും വ്യക്തമല്ല. എന്നിരുന്നാലും വിധി വന്നത് ഇന്ദിരയുടെ ഉറക്കം കെടുത്തി കണ്ണുകളെ ചുവപ്പിച്ചു. തന്റെ അനുയായികളിൽ നിന്ന് എന്താണ് പരിഹാരം എന്ന് തേടി ജൂൺ 25-ാം തീയതി സിദ്ധാർത്ഥ് ശങ്കർ റേ പരിഹാരം കണ്ടെത്തി. അത് അടിയന്തരാവസ്ഥയായിരുന്നു. 3 മണിയോടുകൂടി കണ്ടെത്തിയ ആ ഐഡിയയ്ക്ക് ശേഷം സഞ്ജയ് ഗാന്ധിക്കും ഇന്ദിരയ്ക്കും ഉറക്കമുണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധി അവിടെ തന്റെ വിശ്വസ്തനായ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലിയോടൊപ്പം ചേർന്ന് നാളെ രാവിലെ ജനത്തെ അറിയിക്കേണ്ട നോട്ടീസ് തയ്യാറാക്കുമ്പോൾ അവിടെ സഞ്ജയ് ഗാന്ധി തയ്യാറാക്കിയത് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകളെയാണ്. അവിടെയാണ് JP എന്നൊരു പേര് നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. അതായത് ഒന്നുകൂടെ അല്പം വർഷം പുറകോട്ട് പോകാം. 1973 ഇപ്പറഞ്ഞ ദുരിത സാഹചര്യത്തിൽ ഇന്ത്യയിൽ എല്ലാ വസ്തുക്കളുടെയും വില കൂടിയപ്പോൾ അന്ന് പഠനം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കലാലയങ്ങളുടെയും ഹോസ്റ്റൽ ഫീസിലും ഗണ്യമായ വർധനവുണ്ടായി. അന്ന് 1973 ഡിസംബറിൽ അലഹാബാദ് JD കോളേജിലെ വിദ്യാർത്ഥികൾ ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. അവർ ഹോസ്റ്റൽ കത്തിച്ചു. അക്രമാസക്തമായ ആ സമരത്തിന് നേതാക്കളിലുണ്ടായിരുന്ന ലാലു പ്രസാദ് യാദവ്, പിന്നീട് തന്റെ മകൾക്ക് മിസ എന്ന് പേര് വരെ നൽകിയ അദ്ദേഹം JP അഥവാ ജയപ്രകാശ് നാരായണൻ എന്ന റിട്ടയർഡ് നേതാവിനെ പോയി കണ്ടു. സമാധാനപരമായ സമരമെങ്കിൽ മാത്രം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ JPയെ അനുനയിപ്പിച്ച് ലാലു പ്രസാദ് വേദിയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് സമരം കത്തിപ്പടർന്നു. അതായത് ഇന്ദിര നേടുന്നത് 2 പ്രശ്നങ്ങൾ. ഒന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി, മറ്റൊന്ന് JPയെ പോലെ അടിച്ചമർത്താൻ അത്ര എളുപ്പം പറ്റാത്ത നേതാക്കളുടെ പ്രക്ഷോഭം. ഈ 2നെയും അടിച്ചമർത്താൻ അവർ തീരുമാനിച്ച വഴിയായിരുന്നു അന്നത്തെ അടിയന്തരാവസ്ഥ. പിറ്റേ ദിവസം ലോകം കേട്ടറിഞ്ഞ ദുരവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. രാജ്യത്തെ സർവ്വ സ്വാതന്ത്ര്യങ്ങളെയും പൗരാവകാശങ്ങളെയും കുത്തി ഉറുക്കിക്കൊല്ലുന്ന ദിവസങ്ങളായിരുന്നു പിന്നീട്. അതായത് ജനാധിപത്യം മരിച്ച് ശവക്കുഴിയിൽ കിടന്ന 21 മാസങ്ങളായിരുന്നു പിന്നീട് ഉണ്ടായത്. അങ്ങനെ അതിന്റെ നടപടികൾ ആരംഭിച്ചു. സ്വാഭാവികമായും ഇത്തരമൊരു അവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത് മാധ്യമങ്ങളെയാണ്. അന്നവർ മാധ്യമങ്ങൾക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പുനഃസ്ഥാപിച്ച് കിട്ടണമെങ്കിൽ ഒരു സെൻസർഷിപ്പ് അംഗീകരിക്കണം. അതായത് അന്നത്തെ നാഷണൽ ഗവൺമെന്റ് അംഗീകരിക്കുന്ന വാർത്തകൾ മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ. ഇതിന് സ്തുതിപാഠകരായിട്ടും പത്രങ്ങളുണ്ടായി, എതിർത്തുകൊണ്ടും പത്രങ്ങളുണ്ടായി. പക്ഷെ എതിർത്തവരെയൊക്കെ വലിച്ചു വാരി ജയിലിട്ട് അടിച്ചുകൂട്ടി. ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുസ്ഥാൻ ടൈംസും സ്തുതിപാഠകരായി മാറിയപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് അതിനെ ആവുന്ന രീതിയിൽ എതിർത്തു. ഇവരൊക്കെ സ്തുതിപാഠകരാവാൻ കാരണമുണ്ട് കേട്ടോ. കാരണം അന്ന് ഗവൺമെന്റ് കൊടുക്കുന്ന പരസ്യമില്ലെങ്കിൽ പത്രങ്ങൾക്ക് കഞ്ഞി കുടിച്ചു പോകാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ദേശാഭിമാനി ഒരു വാർത്ത കൊടുത്തു. ഇന്ത്യ അർദ്ധ ഫാസിസത്തിൽ നിന്നും പൂർണ്ണ ഫാസിസത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നായിരുന്നു. ആ വാർത്ത ഗവൺമെന്റിനെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചു. മാതൃഭൂമി പോലുള്ള പത്രങ്ങൾ അന്നും അത്ര ശക്തമായി എതിർക്കാൻ നിന്നിരുന്നില്ല. ഇവിടെയാണ് മറ്റു രസകരമായ ചില കാര്യങ്ങളുള്ളത്. സെൻസർഷിപ്പ് കിട്ടാൻ വൈകിയതാവാം, കൊടുക്കാൻ മറ്റു വാർത്തകളില്ലാത്തതാവാം, പത്രത്തിന്റെ പല പേജുകളിലും ഉണ്ടംപൊരി എങ്ങനെ ഉണ്ടാക്കി കഴിച്ച് വീട്ടിൽ മിണ്ടാതിരിക്കാമെന്നുള്ള പങ്ക്തികൾ വന്നുകൊണ്ടിരുന്നു. സൗന്ദര്യവർദ്ധന വസ്തുക്കൾക്ക് അന്ന് ക്ഷാമം ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചും ഉണ്ടായിരുന്നു കേട്ടോ ആർട്ടിക്കിളുകൾ. അല്ലാതെ പേടിച്ചിട്ടും കൊടുക്കാൻ വാർത്തകൾ വേറെ ഇല്ലാഞ്ഞിട്ടുമല്ല. പിന്നീട് ഇന്ദിര സ്വീകരിച്ച നടപടിയാണ് മിസ അഥവാ മെയിന്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് ശക്തമായി നടപ്പിലാക്കുക. പ്രതിഷേധിച്ചവരെയും പ്രതിഷേധ സംഘടനകളെയും എല്ലാം അടിച്ചമർത്തുക. അന്ന് RSSും ജമാഅത്തെ ഇസ്ലാമിയും ബാൻ ചെയ്യപ്പെട്ടു. അന്നത്തെ RSS പ്രചാരകരായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഒളിവിൽ പോകാൻ 3 തവണ വേഷം മാറേണ്ടി വന്നു. അദ്ദേഹം ഈ ഓർമ്മകൾ ഓർത്തു വെച്ചുകൊണ്ട് മറക്കാതെ തീപ്പൊരി നേതാക്കളിൽ ഒരാൾ ഇന്ന് കേരളത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ എന്ന പേരിലിരിപ്പുണ്ട്. അന്ന് കൂത്തുപറമ്പ് MLA ആയിരുന്ന അദ്ദേഹത്തെ വീട്ടിൽ വന്ന് കതവ് തട്ടി പിടിച്ചുകൊണ്ടുപോയ കരുണാകരന്റെ പോലീസ് നേരം വെളുക്കുവോളം തല്ലിച്ചതച്ച് ചോര പതപ്പിച്ച് പുറത്തു വന്നു. പക്ഷെ അവർക്ക് തെറ്റിപ്പോയി. നേതാവ് നേരെ പോയത് ചോര പൊടിന്റെ വസ്ത്രവുമായിട്ട് നിയമസഭയിലേക്കായിരുന്നു. അതേ കാലയളവിൽ കേരളത്തിൽ ശക്തി പ്രാപിച്ചു വന്ന നക്സൽ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ ഈ പോലീസിന് സാധിച്ചു. അന്നാണ് പ്രമുഖമായ രാജൻ വധം നടപ്പിലാക്കുന്നത്. അതും പിണറായി വിജയന്റെ പ്രക്ഷോഭവും പിന്നീട് കോൺഗ്രസിനെ നല്ല രീതിയിൽ വെട്ടിലാക്കിയത് കേരള സമൂഹം കണ്ടു നിന്നതാണ്. കലാകാരന്മാരെയും വെറുതെ വിട്ടില്ല. പ്രശസ്തരായ പല നടന്മാരും അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അക്കൂട്ടത്തിൽ കേരളത്തിലെ പ്രമുഖ കഥാപ്രസംഗ കലാകാരൻ സാംബശിവനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ച് തല്ലിച്ചതച്ചു. ഏറ്റവും കറുത്ത അധ്യായം ഇനിയാണ് ആരംഭിക്കുന്നത്. അമ്മയെ ഭരണപഥത്തിൽ അനിശ്ചിത കാലത്തേക്ക് ഇരുത്തി മകനും അതിന്റെ ഭരണമാധുര്യം നുകരാൻ വേണ്ടി ഒരു ഇലക്ഷനിൽ പോലും നിന്ന് ഒരു ക്യാബിനറ്റ് ബുദ്ധിമുട്ട് പോലും അനുഭവിക്കാത്ത സീമന്തപുത്രനായ സഞ്ജയ് ഗാന്ധി തീരുമാനിച്ചു,
തന്റെ വായിൽ കിട്ടിയ സ്വർണ്ണക്കരണ്ടിയുടെ മധുരം ആസ്വദിക്കാൻ വേണ്ടി അയാൾ 2 ദുഷിച്ച പദ്ധതികൾ കൊണ്ടുവന്നു. ഒന്ന്, വന്ധീകരണം. അതായത് വന്ധീകരണത്തിലൂടെ ഇന്ത്യയിലെ ജനസംഖ്യ കൺട്രോളിൽ കൊണ്ടുവരിക. അതിന് നിർബന്ധിത വന്ധീകരണ യൂണിറ്റുകൾ സ്ഥാപിച്ചു. അതിനുവേണ്ടിയുള്ള വണ്ടികൾ ഓടിച്ചെന്ന് ഗ്രാമങ്ങളിൽ ചെന്ന് ആണുങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിയിട്ട് അവരുടെ ലൈംഗിക ശേഷി ഇല്ലാതാക്കി. 1 കോടിയിലധികം പുരുഷന്മാരെ വന്ധീകരിച്ചു. അതിനെ തുടർന്നുണ്ടായ അണുബാധയിൽ ഏകദേശം 2000-ഓളം പേർ മരിച്ചു. നിങ്ങൾക്ക് ഊഹിക്കാം അന്നത്തെ ഇന്ത്യക്ക് 1 കോടി പേരെ കിടത്തി കൃത്യമായി സ്റ്റെറിലൈസേഷൻ അഥവാ വാസക്ടമി നടത്താനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിൽ നിന്നുണ്ടായ അണുബാധ കൊണ്ട് ജീർണിച്ചുണ്ടായ മരണം എത്ര ക്രൂരമായിരിക്കും എന്നുള്ളത്. സ്ത്രീകളെയും വെറുതെ വിട്ടില്ല. റോഡരികിൽ കിടത്തിവരെ സ്ത്രീകളുടെ ട്യൂബക്ടമി നടത്തി. ഇനി ഇതെങ്ങാനും വ്യക്തമായി നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി കാർ കച്ചവടക്കാരും ബൈക്ക് കച്ചവടക്കാരും ഒക്കെ അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ടാർഗറ്റും ഇൻസെന്റീവും ഒക്കെ പ്രഖ്യാപിച്ചു സഞ്ജയ് ഗാന്ധി. 1 ദിവസം ഇത്ര പേരെ കൊണ്ടുവന്ന് വന്ധീകരിച്ചിരിക്കണം, ഇല്ലെങ്കിൽ പ്രമോഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും. എന്നാൽ നടപ്പിലാക്കിയാലോ നെയ്യും എണ്ണയും ടൈം പീസും ക്ലോക്കും അടക്കമുള്ള സംവിധാനങ്ങൾ സമ്മാനമായിട്ട് കിട്ടും. എന്തൊരു ദുഷിച്ച അവസ്ഥയാണ്. അന്ന് ഓർക്കണം, തിയേറ്ററിൽ പോലും പോകാൻ മടിച്ച്, ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പോലും മടിച്ച് ആളുകൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെന്ന് തോന്നുന്നവരെ കണ്ടാൽ വരെ ഓടി ആറ്റിലും നീറ്റിലും മരത്തിലും തെങ്ങിലും ഒളിക്കുന്ന അവസ്ഥ. ദുരവസ്ഥ, അടിയന്തരാവസ്ഥ. ഇവിടെ കൊണ്ട് തീർന്നില്ല. സഞ്ജയ് ഗാന്ധിയുടെ അടുത്ത പരിഷ്കരണം ഇന്ത്യയിൽ ചേരികൾ ഇല്ലാതാക്കിയായിരുന്നു. എത്ര മനോഹരമായ വാക്കല്ലേ, ചേരിയില്ലാതെ കൊട്ടാരത്തിൽ ജീവിക്കുന്നത്. എന്നാ കേട്ടോ, വേറെ വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് അവരെ വേറെ സ്ഥലങ്ങളിൽ കൊണ്ട് അട്ടിക്കിട്ട് ചേരികൾ ഇടിച്ചു നിരത്തി. പരസ്പരം ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. അവർക്ക് വീടും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഒടുവിൽ പ്രതിഷേധിച്ചവരെയെല്ലാം പോലീസ് തല്ലിച്ചതച്ചു. കുടില ബുദ്ധികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സഞ്ജയ്ക്ക് റുക്സാന ഫാത്തിമ പോലുള്ള ചില സ്വയം പ്രഖ്യാപിത ആക്ടിവിസ്റ്റുകളുടെ കടുത്ത പിന്തുണയും ഉണ്ടായിരുന്നു. ഒടുവിൽ തുർക്ക്മാൻ ഗേറ്റിന് മുമ്പിൽ വെച്ച് ഉണ്ടായ വെടിയുതിർപ്പിൽ ചേരിക്ക് വേണ്ടി പ്രതിഷേധിച്ച 6 മുതൽ 12 പേർ വരെ മരിച്ചിരിക്കാം. കാരണം കൃത്യമായ കണക്കുകൾ തരാൻ നമ്മുടെ മാധ്യമങ്ങൾ അന്ന് വാ അടച്ച് മൂടിക്കെട്ടി വേറൊരവസ്ഥയിലാണല്ലോ. ഈ കാലയളവിൽ ഭരിക്കാനുള്ള തന്റെ ആക്രാന്തം മൂത്തപ്പോഴായിരിക്കണം കാസ കുർസിക്ക എന്ന സിനിമയെ കൂടെ ബാൻ ചെയ്യാൻ സഞ്ജയ് ഗാന്ധിക്ക് തോന്നിയത്. 1975 ഏപ്രിൽ തന്നെ പൂർത്തീകരിക്കപ്പെട്ടിരുന്ന ആ സിനിമയെ സഞ്ജയ് ഗാന്ധി തടഞ്ഞു വെച്ചു. പിന്നീട് നവംബറിൽ അതിന്റെ എല്ലാ കോപ്പികളും കത്തിച്ചു. ഇതവിടെ നിൽക്കട്ടെ, അതെങ്ങനെ ദുർവിധിയായി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് തോറ്റ ശേഷം പറയാം. അപ്പോൾ ഏതാണല്ലേ തെരഞ്ഞെടുപ്പ്? ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നിർത്തലാക്കി. വാവ്, എത്ര മനോഹരമായ തീരുമാനം. ഇന്ദിരയുടെ ധീരതയെ അഭിനന്ദിക്കാൻ വയ്യ. പക്ഷെ ധീരത മാത്രമായിരുന്നോ, അതോ മകന്റെയും തന്റെ കൂട്ടാളികളുടെയും ഭരണം ഇനിയും അതിര് കവിഞ്ഞു പോയാൽ രാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതായി പോകുമെന്നുള്ള പേടിയോ? എന്തായാലും അന്നൊരു ജനുവരി 28 ഇവിടെ അടിയന്തരാവസ്ഥ നിർത്തലാക്കുന്നു. രാജ്യം അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. സ്ഥാനാർത്ഥികളായി റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നപ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ സഞ്ജയ് ഗാന്ധിയും ഉണ്ടായിരുന്നു. ഇന്ത്യ എങ്ങും അലയടിച്ചത് കോൺഗ്രസ് വിരുദ്ധ തരംഗമായിരുന്നു. കോൺഗ്രസിനെ ജനങ്ങൾ തള്ളിപ്പറഞ്ഞു. അതിന് നേരത്തെ പറഞ്ഞ എല്ലാ പട്ടിണി പ്രശ്നങ്ങളോടുൾപ്പെടെ ഈ പറഞ്ഞ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ ദുരിതങ്ങൾ ഉണ്ടായിരുന്നു. എക്സെപ്ഷൻ ഞാൻ ഇപ്പോൾ തന്നെ പറയാം, കേരളം അന്ന് കോൺഗ്രസിന് കൂടെ നിന്നു. കാരണം കേരളം നോക്കിയ കണ്ണിൽ വേറെ ചില കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന്, നക്സൽ പ്രസ്ഥാനങ്ങൾ വേരേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ചില വസ്തുക്കളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. അതൊരു വികസനമായിട്ട് ആളുകൾ കണ്ടു. മറ്റൊന്ന്, റെയിൽവേ സംവിധാനം പോലുള്ളതൊക്കെ കൃത്യമായിട്ട് ഓടുന്നു. കുറെ അധികം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടിട്ടാവണം കേരളം കോൺഗ്രസിനോടൊപ്പം നിന്നു. അതിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കളുടെ ശക്തമായ പ്രവർത്തനവും ഉണ്ടായിരുന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് രാജ്യത്താകമാനം അലയടിച്ചത് മറ്റൊരു രീതിയിലാണ്. 345 സീറ്റോടുകൂടി ജനസഖ്യം അഥവാ BJP അധികാരത്തിലെത്തി. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയെ മാറി. അടിയന്തരാവസ്ഥയെക്കുറിച്ചും അതിന്റെ ആഘാതങ്ങളെക്കുറിച്ചും നടത്തിപ്പുകളെക്കുറിച്ചും അന്വേഷിക്കാൻ ഉത്തരവിട്ടു. ആ കമ്മീഷന്റെ കണ്ണിൽ കാസ കുർസിക്ക എന്ന സിനിമ ബാൻ ചെയ്ത് കത്തിച്ചു കളഞ്ഞ കേസിൽ പ്രതിയായി സഞ്ജയ് ഗാന്ധി കുറച്ചുനാളിലേക്കെങ്കിലും ജയിലിൽ പോയി കിടന്നു. ഇതായിരുന്നു ഇന്ത്യയുടെ ആ കറുത്ത അധ്യായം. ജനാധിപത്യം മരിച്ചു കടന്ന് 21 മാസങ്ങളായിരുന്നോ അതോ നല്ലതായിരുന്നോ ആ കാലമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരു പക്ഷത്തെ ശരിയാണ്, ട്രെയിൻ കൃത്യമായിട്ട് ഓടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടാവാം. എന്തിന്? ജനങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് വന്ധീകരിച്ച് കളയാനോ അതോ ഉത്തരവുകൾ നടപ്പിലാക്കാനോ? 100 കണക്കിന് 1000 കണക്കിന് ലക്ഷക്കണക്കിന് നേതാക്കൾ ജയിലിൽ അടയ്ക്കപ്പെട്ടത് എന്തിനായിരുന്നു? ജയിലുകൾ കുത്തി നിറയ്ക്കപ്പെട്ട ഇരുട്ടറകളായി മാറിയത് എല്ലാം ആവശ്യമുള്ള കുറ്റങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് ചരിത്രം തെളിയിക്കട്ടെ. മറ്റൊരു വസ്തുത കൂടിയുണ്ട്.
എന്തായാലും അന്ന് അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി, നരേന്ദ്രമോദി തുടങ്ങിയവർ പിന്നീട് കോൺഗ്രസിനെ ഒരിക്കലും സ്നേഹിച്ചു കാണാൻ വഴിയില്ല. ഇതാണ് ചരിത്രം. ഇതാണ് പക്ഷം പിടിക്കാതെ പറഞ്ഞു കഴിഞ്ഞാലുള്ള ഇന്ത്യയുടെ അടിയന്തരാവസ്ഥ അഥവാ ഇന്ത്യയുടെ ദുരവസ്ഥ. ബാക്കി നിങ്ങൾ തീരുമാനിക്കുക. അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.